ഒരു സ്ത്രീ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനകൾ അനുഭവിച്ച് മറ്റുള്ള ജനങ്ങൾക്ക്, മലയാളികൾക്ക് ഒരു മോട്ടിവേഷൻ സ്പീക്കറായി മാറിയ പോളണ്ട് മല്ലുവാണ് എന്നോടൊപ്പം. നമസ്കാരം. സ്വന്തം കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ നമ്മളെ ചതിച്ച്, സ്വന്തം ഹസ്ബൻഡ് തന്നെ. ഒരു ഗർഭിണിയായി 4 മാസം ഞാൻ എൻ്റെ സ്വന്തം ഹസ്ബൻഡ് ഇട്ടിട്ട് അവിടെ നിന്ന് വന്ന് ഇറങ്ങിപ്പോകാനുണ്ടായ കാരണം എന്താ? വിവാഹം കഴിച്ച ഹസ്ബൻഡിന് സ്നേഹമില്ല, ഓഫീസ് ജോലികളിൽ പോയ കമ്പനികൾക്ക് സ്നേഹമില്ല, സുഹൃത്തുക്കൾക്ക് സ്നേഹമില്ല. ഒറ്റയ്ക്കായിരുന്നു ജീവിതം അന്നും ഇന്നും. എല്ലാം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് തന്നെ ഞാൻ വിളിച്ചു, ഇങ്ങനെ ഉണ്ട്, എനിക്ക് വരണം, എനിക്കൊന്ന് കാണണം. കണ്ടപ്പോൾ പറഞ്ഞു ആ ട്രെയിനിൻ്റെ ഇപ്പം അവിടെ ചത്തൂടെ നിൽക്കുക എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു. ഏതെങ്കിലും നിമിഷത്തില് ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? മോളുടെ തലേനെ എടുത്തിട്ട് കൊച്ചിൽ കൊന്നിട്ട് ഞാനും ചാകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കൊച്ച് എൻ്റെ കൈ പിടിച്ചു. ഏറ്റവും വലിയ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഈ സ്ഥലത്ത് എൻ്റെ അമ്മ വേണമായിരുന്നു, അല്ലെങ്കിൽ ഇവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വേണമായിരുന്നു. സോ ആരുമില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആ ഒരു മരണത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടേ പിന്നീട് അതിജീവിച്ചത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഒരു ജീവിതം വിജയ്ക്ക് വന്നെന്ന് ഈ ഫ്രണ്ട്സ് അറിഞ്ഞിട്ടും വിളിച്ചിട്ടുണ്ടോ, തിരക്കിയിട്ടുണ്ടോ? പോളണ്ട് ആണല്ലോ, ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാ അങ്ങനെ പറഞ്ഞു കുറെ ആൾക്കാർ. എന്തുകൊണ്ട് കൈ കൊടുത്തില്ല? പേടിയാ, അനുഭവം ഗുരു, പേടിയാ. ഈ വിജയ കയ്യിലെ പാടുകളൊക്കെ എന്തുവാ? കെട്ടിന്റെ സമ്മാനൊക്കെ. എന്റെ അപ്പൻ തരാത്ത, അമ്മ തരാത്ത, സഹോദരങ്ങൾ തരാത്ത സ്നേഹം എനിക്ക് എന്റെ ഹസ്ബൻഡ് തരുമായിരുന്നു. പിന്നീട് കാലക്രമേണ ഞാൻ കണ്ടത് അങ്ങനെ അല്ല. ഇന്ന് ജീവിതത്തിന്റെ പുറകോട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന വേദനകൾ എന്തൊക്കെയായിരിക്കും വാക്കുകളിൽ പറയാൻ പറ്റിയാൽ? ശരിക്കും വിജയ് ബംഗാളിയാണോ മലയാളിയാണോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഒരു സ്ത്രീ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനകൾ അനുഭവിച്ച് തൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ തൻ്റെ കൂടെ നിന്നവരെല്ലാം ചതിച്ചപ്പോൾ എനിക്ക് ഞാനേ ഉള്ളൂ എന്ന വിശ്വാസത്തിൽ മുൻപോട്ട് ജീവിക്കുകയും അങ്ങനെ ഇന്ന് മറ്റുള്ള ജനങ്ങൾക്ക്, മലയാളികൾക്ക് ഒരു മോട്ടിവേഷൻ സ്പീക്കറായി മാറിയ പോളണ്ട് മല്ലുവാണ് എന്നോടൊപ്പം. നമസ്കാരം. ഒത്തിരി സന്തോഷം. കാരണം പോളണ്ട് മല്ലുവായി ഞങ്ങൾ ദിവസേന റീൽസിലൂടെ വീഡിയോ കാണുന്ന സമയത്ത് ഓരോ വാക്കും നമുക്ക് സ്ട്രൈക്ക് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിത അനുഭവത്തിൽ പറഞ്ഞൊരു വ്യക്തിയാണ്. ഇന്ന് പ്രേക്ഷകർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ പോളണ്ട് മല്ലു എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മളെ കുറേ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. പക്ഷെ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വേദനകൾ സംസാരിക്കാനാണ് ഇതിനോടൊപ്പം ഉള്ളത്. അപ്പോൾ തുടങ്ങിയാലോ? തുടങ്ങാം. പോളണ്ട് മല്ലു, അതിനു മുമ്പ് എനിക്കറിയേണ്ടത് 18 വയസ്സിൽ ഒരു വിവാഹ ജീവിതം ആരംഭിക്കുന്നല്ലേ? അതെ, അവിടാണ് കഥയുടെ ആരംഭം. കറക്റ്റ് ആരംഭം അവിടെ നിന്നാ. വീട് എവിടാ? കോട്ടയം. കോട്ടയംകാരി 18ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നു. പിന്നെയുള്ള യാത്ര എങ്ങനെയായിരുന്നു? പിന്നെയുള്ള യാത്ര, ജീവിതം അവിടെ നിന്നാ പഠിച്ച്. സ്വന്തം കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ നമ്മളെ ചതിച്ച്, സ്വന്തം ഹസ്ബൻഡ് തന്നെ. സോ അവിടെ നിന്ന് എല്ലാം കണ്ട് അറിഞ്ഞ് ആ ഒരു ലൈഫ് അവിടെ തന്നെ നിർത്തിയിട്ട് ഒരു ഗർഭിണിയായി 4 മാസം ഞാൻ എൻ്റെ സ്വന്തം ഹസ്ബൻഡ് ഇട്ടിട്ട് അവിടെ നിന്ന് വന്ന്. ഈ 18ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞു. വീട്ടുകാരുടെ സമ്മതത്തോടാണോ കഴിഞ്ഞത്? അല്ല, ഇറങ്ങി പോവുകയായിരുന്നോ? അതെ. ഒരു പ്രണയ വിവാഹമായിരുന്നോ? അതെ, ഒരു ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാർക്ക് ഇഷ്ടമില്ലായിരുന്നു. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ട് പോകുന്നതാ. അതെ അല്ലേ? നമ്മളെ അത്രമേൽ സ്നേഹിക്കുന്ന, നമ്മളെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് വേറെ ഒന്നും തിരിഞ്ഞു നോക്കാനില്ല. ഇല്ല, അവിടെ അമ്മയും അച്ഛനും ഒന്നും നമുക്ക് ഇല്ല. നമ്മുടെ ആൾ തന്നെയാണ് എല്ലാം. അമ്മയും അച്ഛനും ജനിപ്പിച്ച് വളർത്തുന്നു, അവരെ പോലും മൈൻഡ് ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകുന്നു സ്നേഹിച്ചൊരു വ്യക്തിക്ക് വേണ്ടി. ആ ഇറങ്ങിപ്പോകാനുണ്ടായ കാരണം എന്താ? എനിക്ക് വീട്ടിൽ നിന്ന് എല്ലാം ഒരു കൺട്രോൾ വൈബ്സ് ആയിരുന്നു. ഒരു കൂട്ടിലെ കിളിയായിരുന്നു. എനിക്ക് പറക്കുന്ന ഇഷ്ടമായിരുന്നു. എൻ്റെ സ്വന്തം തീരുമാനം എൻ്റെ ആവണം. അവിടെ ഒരു റൈറ്റ് ഇല്ല, അവിടെ ഒരു റോങ് ഇല്ല. ഞാൻ തന്നെ തീരുമാനം. അത് തെറ്റാണെങ്കിലും അത് എനിക്ക് മാത്രം ബോധിപ്പിക്കണം, വേറെ ഒരാളെ അല്ല. സോ അങ്ങനെ ഒരു സ്ഥലത്ത്
അമ്മേരെ ഒരു എന്താ പറയുക, അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട, അച്ഛൻ അമ്മ പറഞ്ഞേ കേൾക്കും. അങ്ങനെ ഒരു ലൈഫിൽ ഒരാൾ എനിക്ക് ഒരു 99% എനിക്ക് സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തി വന്നപ്പം ഞാൻ എൻ്റെ സ്വന്തം അമ്മ അച്ഛൻ്റെ ഉപേക്ഷിച്ച് അയാളുടെ കൂടെ പോയി. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആൺമക്കൾക്ക് എപ്പോഴും അമ്മമാർക്കായിരിക്കും ഇഷ്ടം അല്ലേ? അതെ. പെൺമക്കൾക്ക് എപ്പോഴും അച്ഛന്മാരെ ആയിരിക്കും ഇഷ്ടം, അല്ല നേരെ ഓപ്പോസിറ്റ്, അച്ഛന്മാർക്ക് പെൺമക്കളെ ആയിരിക്കും ഇഷ്ടം. പോളൻ മല്ലുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു? അമ്മയ്ക്ക് എപ്പോഴും ആൺമകനോടായിരുന്നു ഏറ്റവും കൂടുതൽ. നിങ്ങൾ 2 പേരാ? ഞങ്ങൾ 3 പേരാ. 3 പേരാ. അപ്പം ആങ്ങളോടായിരുന്നു വലിയ പ്രണയം, കെയറിങ് എല്ലാം അവനാണ്. പപ്പ എനിക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എല്ലാ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം, ആങ്ങളേക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം, എനിക്ക് സ്നേഹമില്ല, എപ്പോഴും വഴക്ക്, എനിക്ക് ആരും സ്നേഹിക്കുന്നില്ല, ഈ ഒരു പരാതിയായിരുന്നു. 15 വയസ്സ് തൊട്ട് ഒരു 34 വയസ്സ് വരെ സ്നേഹം എന്താണ് തിരിച്ചറിയാൻ വേണ്ടി ഓരോരോ സ്ഥലത്ത് നിന്നിട്ട് പഠിച്ചൊരു കാര്യം. ഈ സ്നേഹം വേണം എന്ന് പറഞ്ഞ് ഓടിയൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എല്ലാവരും 8 പണി ചതിച്ച് എൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ. സ്നേഹം വെറും ഒരു വട്ടപൂജ്യമാണ്, 0. തുടക്കം എല്ലാം നല്ലതാണ്, എല്ലാം നല്ല, പിന്നെ വട്ടപൂജ, നമ്മൾ ആൾ ഇല്ലാതെ ആയിപ്പോവും. വീട്ടിൽ നിന്ന് അച്ഛനമ്മ സ്നേഹമില്ല, വിവാഹം കഴിച്ച ഹസ്ബൻഡിന് സ്നേഹമില്ല, ഓഫീസ് ജോലികളിൽ പോയ കമ്പനികൾക്ക് സ്നേഹമില്ല, സുഹൃത്തുക്കൾക്ക് സ്നേഹമില്ല. ഒറ്റയ്ക്കായിരുന്നു ജീവിതം അന്നും ഇന്നും. എല്ലാം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. എന്നിട്ട് ചിരിച്ചിരിക്കുന്നു. അതെ. ഇപ്പം പറയുകയുണ്ടായി 18ാമത്തെ വയസ്സിൽ ഞാൻ ഇറങ്ങി ഹസ്ബൻഡിൻ്റെ അടുത്ത് പോവുകയുണ്ടായി. പിന്നെ അവിടെ നിന്ന് ഒരു ഡിവോഴ്സിലോട്ട് വന്ന് ചേരുന്നത് എങ്ങനെയാ? ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉള്ള എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു. പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ഉള്ള സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് വേറൊരു റിലേഷൻഷിപ്പിൽ പോയി. അത് ഒരിക്കലും ഒരു ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എനിക്കും എൻ്റെ ഹസ്ബൻഡ് കൊണ്ട് തന്ന്. സോ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പുള്ളിക്ക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് പുള്ളിക്ക് എൻജോയ് യുവർ ലൈഫ് പറഞ്ഞിട്ട് ആ ലൈഫിൽ നിന്ന് ഞാൻ തന്നെ ഇറങ്ങിപ്പോയി ഒരു വ്യക്തിയാണ്. വിജയ പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു. അപ്പൊ കുഞ്ഞുണ്ട്, ഗർഭിണിയായിരുന്നു 4 മാസം. അതുപോലും കണക്കാക്കാതെ ആള് വേറെ ഒരു റിലേഷനിൽ ബന്ധപ്പെട്ടു. അവിടെ നിന്ന് കുഞ്ഞുമായിട്ട് ഇറങ്ങിയത് എവിടാ? കാരണം വീടില്ല, വീട്ടിൽ നിന്ന് എല്ലാവരെയും പിണക്കി കൂടെ സ്നേഹിച്ചൊരു വ്യക്തിയോടെ പോകുന്നു. ആ വ്യക്തിയും പറഞ്ഞു വിടുമ്പോൾ പിന്നെ എവിടെയായിരുന്നു? ഒരു ചോദിച്ചില്ലല്ലേ. 4 മാസം ഗർഭിണിയുള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്വന്തം വീട്, നമ്മുടെ അമ്മയുടെ അടുത്ത്. ഞാൻ പോയായിരുന്നു. അപ്പം ആങ്ങളേക്ക് പറ്റുന്നില്ലായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, ഇറങ്ങിപ്പോയല്ലേ, ഇത് ഇവിടെ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഒരു അമ്മയുടെ മുമ്പിൽ ഒരു മകൻ്റെ, എന്നെക്കാളും എല്ലാ ഒരു പെങ്ങളുടെ അനിയത്തിയുടെ ഒരു ഭാവിയായിരുന്നു അമ്മ കാണുക. ഞാൻ എൻ്റെ ജീവിതമായില്ല. അതായത് ഇറങ്ങിപ്പോയ ഒരു വ്യക്തി തിരിച്ച് വീട്ടിൽ കയറി വന്ന വീടിന് ശാപം തന്നെ, അല്ല നാട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ചിന്താഗതി ആയിരുന്നു. ആ ഒരു ചിന്താഗതി അമ്മയ്ക്കായിരുന്നു. എനിക്ക് പണ്ടോട്ട് ആരെയും ഉപദ്രവിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു സാരി, ഞാൻ ഉടുത്ത സാരിയിൽ 500 രൂപ പപ്പയുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ബാംഗ്ലൂർ ലോക്കൽ ട്രെയിനെ പോയി. എനിക്ക് ഒരു ജോലിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് അതെനിക്ക് കിട്ടി. ഞാൻ ആ ജോലിക്ക് പോയി ബാംഗ്ലൂർ സെറ്റിലായിരുന്നു. അന്നും ഗർഭിണിയാ ഈ ബാംഗ്ലൂർ പോകുമ്പോഴും? 4 മാസം. അങ്ങനെ ബാംഗ്ലൂർ പോകുന്നു. അവിടെ പോയി ജോലി ചെയ്ത് 9 മന്ത് പ്രസവരെ ഒരു 3 ദിവസം മുമ്പ് വരെ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു. പിന്നെ എനിക്ക് പ്രസവിക്കണമല്ലോ, സോ വീട്ടിൽ എത്തണം, അല്ലെങ്കിൽ എവിടെ എനിക്ക് ഒരു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം പറഞ്ഞ് അവർക്ക് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സ്ഥലം, നമുക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. സോ എൻ്റെ ഹസ്ബൻഡ് തന്നെ ഞാൻ വിളിച്ചു, ഇങ്ങനെ ഉണ്ട്, എനിക്ക് വരണം, എനിക്കൊന്ന് കാണണം. പുള്ളിയുടെ അടുത്ത് ഞാൻ ചെന്ന് അപ്പം കണ്ടപ്പോൾ പറഞ്ഞു ആ ട്രെയിനിൻ്റെ ഇപ്പം അവിടെ ചത്തൂടെ നിൽക്കുക എന്ന് പറഞ്ഞു. സോ പറഞ്ഞു. സോ ആ ഒരു സമയം ഒരു ചിന്തിച്ചാൽ മതി, എന്താണ് ഒരു ആ സമയത്ത് ഞാനൊരു സ്ത്രീയല്ല, ഒരു അമ്മയാവാൻ്റെ ഒരു സമയമായിരുന്നു. അപ്പം എൻ്റെ ഒരു ചിന്താഗതി പറഞ്ഞ് ഒരു സ്ത്രീ തെറ്റുകാരിയാവാം, പക്ഷേ ഒരമ്മ, അവൾ ശരിക്കും ഒരു അമ്മയാണെങ്കിൽ ഒരിക്കലും തെറ്റുകാരി ആവത്തില്ല. സോ എനിക്ക് എൻ്റെ കൊച്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിപ്പോൾ ജീവിച്ചിരിക്കുന്നോ ഇല്ലെങ്കിലും എനിക്ക് പ്രസവിക്കണം, ആ ഒരു ചിന്താഗതിയായിരുന്നു. സോ
സോ പുള്ളിയുടെ കാലൊക്കെ പിടിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് കൊച്ചു പ്രസവിച്ച് പുള്ളി ആശുപത്രിയിൽ നിന്ന് പോയായിരുന്നു. സോ ഞാനും പുള്ളിയുടെ മോളായിട്ട് പോലും പുള്ളിയുടെ കാല് പിടിക്കേണ്ടി വന്നു. പുള്ളിയുടെ കാല് പിടിക്കാൻ വന്നു. സോ 8 ദിവസം ഞാൻ ആശുപത്രിയായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഒരു വീടും ഒരു വേലക്കാരി തന്നായിരുന്നു എന്നെയും കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. തന്നു. സോ അങ്ങനെ ഒരു ജീവിതം, ഒരു കൊച്ചിക്ക് ഒരു 1.5 മാസമുള്ള സമയത്ത് ഞാൻ എന്തിനാ ഇങ്ങനെ പട്ടി പോലെ ജീവിക്കണം എന്ന് ഞാൻ ചിന്തിച്ച്. സോ അതായത് ഒരു പ്രഗ്നന്റ് ആയ സമയത്ത് ഏതൊരു അമ്മമാരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഭർത്താവ് തുണയായിട്ട് അടുത്തിരിക്കുക എന്നതാണ് അല്ലേ? എനിക്കൊന്നും ഇല്ലായിരുന്നു. അവിടെ ഭർത്താവ് തന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു സെർവന്റിനെ കൊണ്ട് വെച്ചു. രാവിലെ ഫുഡ് കിട്ടും, ഉച്ചയ്ക്ക് ഫുഡ് കിട്ടും, വൈകിട്ട് ഒരു ഫുഡ് കിട്ടും, കൊച്ചിലെ കാര്യം നടക്കുന്നുണ്ട്. പിന്നെ എല്ലാം അങ്ങ് നിന്നു പോവുക. കൈ പൈസ ഇല്ലാതെ ആയിപ്പോയി, സെർവൻ്റ് അങ്ങ് പോയി. കൊച്ചിക്ക് ഒരു 1.5 മാസമായി തൊട്ട് 1 മാസം ഇപ്പം എനിക്കൊരു ഫോൺ വിളിച്ചെടുക്കത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. വാടക വീടായിരുന്നു. സോ ഹൗസ് ഓണർ വന്നപ്പോഴും എനിക്ക് വലിയ ബുദ്ധിമുട്ടാവാൻ തുടങ്ങിയായിരുന്നു. സോ ഞാനിതേ ചിന്തിക്കും, എൻ്റെ ഏറ്റുമാനും അപ്പ 2 കൈയുണ്ട് 2 കാലുണ്ട്, ജീവിക്കാൻ ഒരു തന്തയുടെ ഒരു മനസ്സുണ്ട്. സോ ഇറങ്ങാം ജോലിക്ക്, ഏത് ജോലിയാണെങ്കിലും. എൻ്റെ കൊച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് 4-5 വീടുകൾ പോയി തൊടിച്ച് അവിടുത്തെ ക്ലീനിങ് പണി, എല്ലാ പണി എൻ്റെ കൊച്ചിനെ അവിടെ അടുത്തൊക്കെ അടുത്തിപ്പിച്ചിട്ട്. എനിക്ക് ഏറ്റവും വലിയ എന്താ അറിയാമോ, ദൈവം ആ സമയത്തേക്ക് ഞാൻ ഏത് വീട്ടിൽ ചെല്ലുന്നു പറഞ്ഞ് അവിടെ എന്നെ വേലക്കാരി അല്ല കണ്ട്, ഒരു മോളെ പോലെ കണ്ട് എന്നെ. ഞാനൊക്കെ ഇവൻ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ കൊച്ചിനെ കൽപ്പിച്ച് അവിടുത്തെ അമ്മമ്മമാരൊക്കെ. അപ്പം ഏറ്റവും വലിയ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഈ സ്ഥലത്ത് എൻ്റെ അമ്മ വേണമായിരുന്നു, അല്ലെങ്കിൽ ഇവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വേണമായിരുന്നു. സോ ആരുമില്ലായിരുന്നു ആ സമയത്ത്. ഞാനുണ്ടായിരുന്നു, എൻ്റെ കൊച്ചിന് ചിരിയായിരുന്നു ആ സമയത്ത്. കുഞ്ഞിനെയും കൊണ്ട് മറ്റു വീടുകളിൽ വേലയ്ക്ക് പോയി ജീവിത മാർഗത്തിന്. അപ്പോഴൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൂർണ്ണമായിട്ട് അങ്ങനെ വേലയ്ക്ക് പോയി. പിന്നീട് അവിടെ നിന്നൊരു യാത്ര എങ്ങനെയായിരുന്നു? അവിടെ യാത്ര പറഞ്ഞ് ഏത് ജോലിക്കും എല്ലാ വിലയും ഉണ്ടല്ലോ, അതെന്താണെങ്കിലും. സോ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചില്ല എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പാട് വരും എന്ന് ഞാൻ ചിന്തിക്കാൻ ഇല്ലായിരുന്നു കേട്ടോ. അതായത് പ്രണയിച്ച് വീട് വിട്ടിറങ്ങുമ്പോഴും എന്നെ പൊന്നുപോലെ നോക്കും, ഞാൻ ചിന്തിച്ച ചിന്താഗതികളിൽ വരുന്ന വാഗ്ദാനങ്ങളെല്ലാം നിറവേറും. ശരിക്കും ആദ്യത്തെ പ്രണയകാലത്ത് വിവാഹ ജീവിതം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് വിജയം കണ്ട വ്യക്തി ആയിരുന്നു ശരിക്കും ആദ്യം തുടക്കം? അതെ, പുള്ളിക്ക് ഞാനായിരുന്നു എല്ലാം. ആ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനായിരുന്നു പുള്ളിക്ക് വലിയ ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് ഇപ്പോൾ ഒരാൾ നമുക്കൊരു സമയം തരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഇല്ലേ തിരക്കുകൾ തുടങ്ങി, തിരക്കുകൾ തുടങ്ങി, ഒരു എക്സ്ക്യൂസ് തുടങ്ങാൻ തുടങ്ങി. അതുവരെ 10 മിസ് കോൾ വരുന്നിടത്ത് 5 ആകാൻ തുടങ്ങി, 4 ആകാൻ തുടങ്ങി, 1 ആകാൻ തുടങ്ങിയ 24 മണിക്കൂർ അടുത്ത് ഒരു 22 അവേഴ്സ് എനിക്ക് തരുന്ന സമയത്ത്, ഞാൻ ഗൾഫിനുള്ള സമയത്ത് എനിക്ക് തരുന്ന സമയം ഒരു ദിവസത്തിൽ 3 തോന്നെ. ഒരു രാവിലെ വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും, വൈകിട്ട് വിളിച്ചു. അപ്പം നമുക്കത്ര വിശ്വാസം ഉണ്ടായിട്ടല്ലേ നമ്മൾ പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക, നമ്മൾ ചിന്തിക്കത്തില്ല ഓ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ ശിവാണ് എന്ന്. നമ്മൾ എപ്പോഴും ഈ ഒരു 25% വൈഫ്മാർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഭർത്താവ് എൻ്റെ ആണ് എന്ന് ചിന്തിക്കും. ഞാൻ എപ്പോഴും ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാ പിള്ളേരോട്, അത്ര ചിന്തിക്കല്ലേ, ഒരു 99% ചിന്തിക്കില്ലേ. കാരണം എനിക്ക് പറ്റിയൊരു തെറ്റ് അത് ഒരു 75% വൈഫ്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഹസ്ബൻഡ്മാർക്കും പറ്റുന്നുണ്ട്, ആണുങ്ങൾക്കും പറ്റുന്നുണ്ട് ഈ ഒരു മിസ്റ്റേക്ക്. നമ്മുടെ പാർട്ട്ണർ 100% കറക്റ്റാണ് എന്ന്, അവിടെയാണ് എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി. ഇപ്പം ഈ കഥ കേൾക്കുമ്പം തന്നെ കേട്ടോ എൻ്റെ ഉള്ളിൽ വിങ്ങുക. കാരണം ഏതെങ്കിലും നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ചെയ്യാൻ തോന്നിയിട്ടൊന്നും ചിന്തിച്ചില്ല. ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടുജോലി ചെയ്ത് കഴിഞ്ഞ് അവസാനമൊക്കെ മടുപ്പ് ഉണ്ടാവാൻ തുടങ്ങിയായിരുന്നു. മെൻ്റലി ഡിപ്രഷൻ. ആരും ഇല്ലല്ലോ, ഇത്രയെല്ലാം പണി ചെയ്ത് വന്നിട്ട് ഒരു റൂം പറഞ്ഞ് ഒരു 500 രൂപ മാസം ഒരു വാടക വീടായിരുന്നു. കുഞ്ഞ് ഇവിടെ കക്കൂസാണെങ്കിലും ഇവിടെ ഞാൻ കിടക്കുക, ഇവിടെ ഫുഡ് ഉണ്ടാക്കണം, കൊച്ചി ഇവിടെ, രാത്രി മൊത്തം കരച്ചിൽ, ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ജീവിതത്തിൽ ഒരിക്കലും ഇത്ര ചിന്തിച്ചില്ല എൻ്റെ ജീവിതം ഇങ്ങനെ കൊണ്ടുതരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. സോ ഒരു രാത്രി എനിക്ക് തോന്നി ഞങ്ങൾ ജീവിച്ചിട്ടൊരു കാര്യമില്ല. കാരണം
കഷ്ടപ്പാട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് കിടക്കുന്നു പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ശരിക്കും പറയാം മോളുടെ തലേനെ എടുത്തിട്ട് കൊച്ചിൽ കൊന്നിട്ട് ഞാനും ചാകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൊച്ച് എൻ്റെ കൈ പിടിച്ചു. അവിടെയാണ് ഞാൻ എനിക്ക് ഉണ്ടാവുന്നേക്കാളും കോൺഫിഡൻസ് എൻ്റെ കൊച്ച് ആ സമയത്ത് എൻ്റെ കൈ പിടിച്ച് എനിക്ക് തോന്നി അമ്മ നമുക്ക് ജീവിക്കണം എന്നെനിക്ക് തോന്നി. അവൾ പറയുന്നതെന്ന് എനിക്ക് ഫീലായി. സോ ഞാൻ ആ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ ട്രൈ ചെയ്തല്ലോ. പിന്നെ അവിടെ നിന്ന് ഞാൻ മോർ ദൻ ഒരു കോൺഫിഡൻസ് ആളായി. ആരും വേണ്ട, ഒരാളെ ഞാൻ വിജയിക്കത്തില്ല, വേണ്ട. ചതിയാണെങ്കിൽ ചതി ജീവിതത്തിൽ ഞാൻ ജീവിച്ചോളാം. ചതിയുള്ള ആൾക്കാരാണെങ്കിൽ ചതിയുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കും, ചിരിച്ചു ജീവിക്കും. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു തെറ്റാണ്, ഒരു അമ്മയ്ക്ക് ചെയ്യുന്നു പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത്ര മടുത്തിട്ടാണ് ഞാൻ ആ ട്രൈ ചെയ്തത്. ഇപ്പം വിജയ് ഇത് പറയുമ്പോഴും കൂടുതൽ ക്രൂര ഹൃദയമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാത്ത, ജനങ്ങൾക്ക് ഫീൽ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻ വരുന്നവർക്ക് അറിയത്തുള്ളൂ എന്താന്നുള്ളതല്ലേ. അതെ, ഇപ്പം ഞാനിത് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ പബ്ലിക് പറയും ഇത് എന്നാ അമ്മയാണ് കൊല്ലാൻ, ആ കൊച്ചിനെ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ, അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് വരും. ഈ വേദന അനുഭവിച്ചുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ജീവിതം പറഞ്ഞ് തള്ളി ഉള്ളി അങ്ങ് പോവുക. പക്ഷെ വീണ്ടും വീണ്ടും നമ്മളെ ഒരു കുരിക്കങ്ങ് ഇട്ടിട്ട് ദൈവം പറയുന്നുണ്ട്, അല്ല നമ്മുടെ വിധി പറയുന്നുണ്ട്, അല്ലെ നമ്മുടെ ഹാർഡ് വർക്കും പറയുന്നുണ്ട്, നീ അവിടെ എണിക്ക്. പക്ഷേ ആരും പറയുന്നില്ല എങ്ങനെ എണിക്കണം. സോ നമ്മൾ ട്രൈ ചെയ്യണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. അങ്ങനെ ആ ഒരു മരണത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടേ പിന്നീട് അതിജീവിച്ചത് എങ്ങനെയായിരുന്നു? അത് പറഞ്ഞ് ജീവിതം പറഞ്ഞ് ആരും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ ജീവിക്കും എൻ്റെ കൊച്ചിക്ക് വേണ്ടി, അത് മതി, അതാണ് എൻ്റെ ലോകം. എനിക്ക് ഞാനും എൻ്റെ കുഞ്ഞും മതി, മതി, അതിനപ്പുറത്തോട്ട് എനിക്കൊരു ലോകമില്ല, വേണ്ട. അതിൽ ആവശ്യം എന്തിനാ? ഞാൻ ഒരു ലോകത്തിൽ ജീവിച്ച് എല്ലാവരും എനിക്ക് ചതി തന്ന, പിന്നെ ആ ഒരു ലോകത്തിൽ ഞാൻ ജീവിച്ചിട്ട് എല്ലാവരെയും ഞാൻ ബിലീവ് ചെയ്തെങ്കിൽ വീണ്ടും എനിക്കൊരു പ്രശ്നത്തിൽ ഞാൻ കയറും, വീണ്ടും ഞാൻ ഒരു സഫറാവും. പിന്നെ ആരും പറഞ്ഞു തരാനും ആരും ഒന്നും ഹെൽപ്പ് ചെയ്യാൻ വരത്തില്ല. എല്ലാവരും ഇപ്പോഴത്തെ സമയത്ത് എല്ലാവരും ബിസി ആന്നേ, എല്ലാവർക്കും എക്സ്ക്യൂസ് ഉണ്ട്. ഇപ്പം ഇന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയും, പക്ഷേ ഇത് പറയത്തില്ല ഞാൻ എത്ര നാൾ നിൻ്റെ കൂടെ നിൽക്കും, ഇത് പറയത്തില്ല. ഇന്ന് എൻ്റെ പോളണ്ട് ജോലിയുണ്ട്, എനിക്ക് ഉടുക്കാൻ നല്ല നല്ല ഡ്രസ്സുകളുണ്ട്, ഞാൻ കാണാൻ ഇപ്പം നല്ല അല്ലെങ്കിലും ഇപ്പം എൻ്റെ ഒരു ജോലി പോളണ്ടിലാണ്, നീ അവിടെ കക്കൂസ് വരെയാണെങ്കിലും വിഷയമല്ല, പോളണ്ട് ആണല്ലോ, ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാ. അങ്ങനെ പറഞ്ഞ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടോ? പ്രപ്പോസ് ഒത്തിരി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് കൈ കൊടുത്തില്ല? പേടിയാ, അനുഭവം ഗുരു, പേടിയാ. കൊച്ചും ഞാനും ആ ഒരു ജീവിതത്തിൽ വേറൊരാളെ ഞാൻ ചെയ്തു വന്നെങ്കിൽ അവിടെ എൻ്റെ തെറ്റാ, അത് ഞാൻ തെറ്റാ ചെയ്യാം, വേണ്ട, ശരിയാവില്ല. വിജയ പ്രണയത്തിന് കൊടുക്കുന്ന വാല്യൂ എത്ര? ഇപ്പളാ വെറും ടൈം പാസ്. ടൈം പാസ്. ആവശ്യമുണ്ടെങ്കിൽ ആൾക്കാർ സ്നേഹിക്കും, ആവശ്യമില്ലെങ്കിൽ ടൈം വേറെ തരത്തില്ല. നീ എത്ര കറഞ്ഞാണെങ്കിലും നമുക്ക് ടൈം തരില്ല. പക്ഷേ ഞാൻ കാണുന്ന ചില ആൾക്കാരൊക്കെ ഇപ്പോഴും നല്ല രീതിയായിട്ട് പ്രണയിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, ഉണ്ട്. പക്ഷെ എനിക്ക് ചിലപ്പോൾ കിട്ടാത്തയാണോ ഞാൻ പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതും എൻ്റെ ജീവിതാനുഭവങ്ങളും ഇതൊക്കെയാണ്. അതിപ്പം ഞാൻ പറയാം, എനിക്കൊരു അനീതി ഉണ്ട്, എനിക്കിപ്പോൾ എല്ലാം തുറന്നു പറയാം അവളുടെ അടുത്ത്. അവൾ എന്നെ ഒരു 99% എന്നെ മനസ്സിലാക്കുന്ന ഒരു അതാ. എനിക്ക് എന്തൊരു പ്രശ്നം വന്നാൽ ഞാൻ അവളോട് ആദ്യം ഷെയർ ചെയ്യും, എടി ഇങ്ങനെ ഒരു പ്രശ്നമാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ അമ്മോടും എനിക്ക് തുറന്നു പറയാം ചില സമയത്ത് ഇപ്പോഴും പേടിയാണ്. കാരണം എന്താ ചിന്തിക്കും അമ്മ എനിക്കറിയത്തില്ല. ഈവൻ എനിക്കിപ്പോൾ ഒരാൾ ഇഷ്ടമാണെങ്കിലും ഞാൻ ഫസ്റ്റ് പോയി എൻ്റെ അനിയത്തിയോട് പറയാൻ്റെ ഒരു അവസരം എനിക്ക് അവൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഫ്രീഡം പ്ലേസ് എനിക്ക് അവളുടെ അടുത്തേ തോന്നിയിട്ടുണ്ട്. ഞാൻ തെറ്റ് ചെയ്താണെങ്കിലും എന്താ ചെയ്താണെങ്കിലും അവൾ ഒരു കവറായിട്ട് എനിക്ക് പറഞ്ഞു തരും. പക്ഷേ ഒരു ലിമിറ്റഡ്, എനിക്ക് എല്ലാവരും ഇപ്പം ലിമിറ്റഡ് ആണ്, കാരണം പേടിയാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വിജയ പറയുകയുണ്ടായി, എന്നെ കുറേ ആളുകൾ ചതിച്ചു, എന്നെ കുറേ ആളുകൾ ചതിച്ചു. ഈ കുറേ ആളുകൾ എന്ന് പറയുന്ന അത്രമേൽ സ്നേഹിച്ച ചേർത്ത് പിടിച്ച സൗഹൃദങ്ങളാണോ ഈ പറയുന്നത്? എൻ്റെ ഫ്രണ്ട്സുകൾ
എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ വരെ എല്ലായിടത്തെല്ലാം വരും. ഫാമിലി വരും, ഫ്രണ്ട്സുകൾ വരും, എല്ലാവരും വരും. കാരണം വിജിക്ക് പൈസ ഉണ്ടെങ്കിൽ വിജി നല്ല കേട്ടോ. വിജിക്ക് പൈസ ഇല്ലെങ്കിൽ ഒരു പട്ടി വരെ ഫോൺ വിളിച്ച് ചോദിക്കത്തില്ല നീ ചോറ് കഴിച്ചു എന്ന്. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. ഇപ്പം വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ഇടാനും സ്റ്റാറ്റസ് ഇടാനും 10 പേരുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ജീവിതം വിജയ്ക്ക് വന്നെന്ന് ഈ ഫ്രണ്ട്സ് അറിഞ്ഞിട്ടും വിളിച്ചിട്ടുണ്ടോ, തിരക്കിയിട്ടുണ്ടോ? ഫോൺ വിളി ഉണ്ടായിരുന്നു. നീ ചെയ്ത് തെറ്റാണ്, നീ ഗർഭിണിയാണ്, അങ്ങനെയൊക്കെ കുറേ ഉപദേശം വന്നിട്ടുണ്ടായിരുന്നു. നീ അത് ചെയ്ത് തെറ്റല്ലേ, ഇവൻ നിൻ്റെ ഹസ്ബൻഡ് അങ്ങനെ തെറ്റ് ചെയ്താണ്, നീ അതൊന്ന് ഒരു വർഷം വിട്ടിട്ട് രണ്ടാമത്തെ ഒരു ചാൻസ് അവനക്ക് കൊടുക്കണമായിരുന്നു, നിനക്ക് ആരും ഇല്ലായിരുന്നല്ലോ വീട്ടിൽ നിന്ന്, അപ്പം നീ എന്തിനാ അവനെ അങ്ങനെ ചെയ്ത്, ഇങ്ങനൊരു കോൾ വിളി എനിക്ക് വരാറുണ്ടായിരുന്നു. അപ്പം അതെൻ്റെ ലൈഫാണ്, ഞാൻ തീരുമാനിക്കും. ഇവിടെ ആരും ഇനി പറയാൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചു. അല്ല, ഇതിൽ കൂടുതൽ എന്ത് തീരുമാനം എടുക്കാനാണ്? സ്വന്തം അത്രമേൽ സ്നേഹിച്ച ഹസ്ബൻഡ് ഈ ഒരു ചതി തരുമ്പം ഒരവസരം ഇനിയും കൊടുക്കാനോ? അതൊരു പൊട്ട ഉത്തരവും ഒരു ഉപദേശമാവത്തില്ലേ? ഉപദേശം അങ്ങനെയാണ്. ഈ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന റിയൽ ലൈഫ് റീൽ അല്ലല്ലേ? അത് റീലല്ല. ഞാൻ ചെയ്യുന്ന ഓരോ ഓൺ വൈസ് പറഞ്ഞ് എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യങ്ങളാണ്. അത് ചിലപ്പം പണ്ട് നടന്നാണെങ്കിൽ ചിലപ്പോൾ ഇപ്പം നടന്നൊരു കാര്യമാണ് ഞാൻ ഓൺ വൈസ് ചെയ്യുന്നത്. സോ ഒരു ഉപദേശം അവിടെ വന്ന, എടി നീ പൊട്ടിയാടി, നിന് വെറും പൂജയാടി, നീ ഒരു പെണ്ണാടി, നിനക്ക് എന്തും പറ്റും, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പൊച്ചിക്കുന്ന ചില ആൾക്കാരുണ്ട്. സോ മിണ്ടാതിരുന്നു ഞാൻ. ഇന്ന് ആ പുച്ഛിച്ച ആളുകൾക്ക് കൊടുക്കാനുള്ള മറുപടി എന്തുവാ? ഇന്ന് ഇവിടം വരെ കൊണ്ട് എത്തിച്ചു കേട്ടോ, ആണോ? അവർക്ക് എന്ത് മറുപടി കൊടുക്കാവുള്ളേ? ഒരു താങ്ക് യു പറയാനുണ്ട്. കാരണം ആ പുച്ഛം, ആ തല്ലിവില്, ആ ഒരു ചീത്ത ഒരു ഉപദേശം എന്ന് ആ ആൾക്കാരിൽ നിന്ന് കിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ കോൺഫിഡൻസ് അവിടെ ഞാൻ എടുക്കത്തില്ലായിരുന്നു. കാരണം എൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു, നിങ്ങളുടെ വാക്കൊന്നും ഞാൻ കേൾക്കില്ല. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ എൻ്റെ തീരുമാനം, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് എൻ്റെ തീരുമാനം, എനിക്ക് തോന്നും സത്യമാണ്. അത് എല്ലായിടത്തും വേറൊരാൾ വന്നിട്ട് പറയല്ലേ, എടി നീ ഇങ്ങനെ ചെയ്യണം, അത് തെറ്റാണ്, അങ്ങനെ അങ്ങനെയല്ല. സോ ആ ആൾക്കാരോട് എനിക്ക് ഒരേ ഒരു കാര്യം പറയണം, ജസ്റ്റ് താങ്ക് യു. ഞാൻ ഇന്നും ഓർക്കുന്നല്ലേ, ഈ വിജയ കയ്യിലെ പാടുകളൊക്കെ എന്തുവാ? കെട്ടേണ്ട സമ്മാനക്ക വേദനിച്ചിട്ടുണ്ട് ഒരുപാട്. എന്തിനൊക്കെ ഈ അടിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് സമയം തരണം, എനിക്ക് ആരും ഇല്ല, ഞാൻ നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നു, എന്നിട്ട് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല, അതാ ഈ പാടുകൾ. അത് മായ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. സൈക്കോ ആയിരുന്നു പുള്ളിയുടെ മനസ്സിൽ, ഞാൻ സൈക്കോ ആയിപ്പോയി എന്നാണ് പുള്ളി പറയുന്നത്. നീ ഒരു സൈക്കോ ആണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. കരഞ്ഞ് പിടിച്ച് കാല് പിടിച്ച് ഫോൺ വിളിച്ച് കുറേ പറഞ്ഞ്, എനിക്ക് ആരും ഇല്ല, അമ്മയച്ഛനെ ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന്, അപ്പോൾ ഇവിടെ നീ എന്നെ ഒറ്റയ്ക്കാക്കിയെങ്കിൽ പിന്നെ ജീവിച്ച് ഒരു കാര്യമില്ലടോ എന്ന് പറഞ്ഞിട്ടും കേട്ടില്ല. പിന്നെ വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് ചോദിച്ചു കഴിഞ്ഞ് അപ്പം നമുക്ക് ഡയറക്റ്റ് അടിയായിരുന്നു. അത് ചിലപ്പം അടി പറഞ്ഞ് എങ്ങനെ അടി കിട്ടുന്നു, അത് ചിലപ്പം മുടി പിടിച്ച് ഭിത്തി അടിച്ചങ്ങ് ഒട്ടിക്കും, അങ്ങനെയൊക്കെ കുറേ അടി പറഞ്ഞു. ഞാൻ പണ്ടൊട്ട് അടി കിട്ടുന്ന ഒരു വ്യക്തി, അത് വീട്ടിൽ നിന്ന് പപ്പര കൈയാണെങ്കിലും ആംഗ്ലയുടെ കൈയായിരുന്നെങ്കിൽ മമ്മിയുടെ കൈ, ഞാൻ അടി മേടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ അടി പറഞ്ഞ് എനിക്ക് എന്താ പറയുക, നിങ്ങളിവിടെ എന്നെ നിർത്ത്, ഒരു വലിയ വരുകെടുത്ത് ഇത്ര വണ്ണോളത്തെ നിങ്ങൾ അടിക്ക്, ഞാൻ ശരിക്കും പറഞ്ഞാൽ അടി ഞാൻ ഏട്ടോളാം, സഹിച്ചോളാം, പക്ഷെ പരാതി ഞാൻ പറയത്തില്ല, കാരണം അടി ഞാൻ അത്ര സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്രമേൽ കൊണ്ടിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതലേ ആടി കൊള്ളുന്ന സമയത്തും കേട്ടിരിക്കാൻ എനിക്ക് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആരുമില്ലായിരുന്നു, സ്വന്തം സഹോദരൻ പോലും ഇല്ലായിരുന്നു. അമ്മ ഇല്ല, അച്ഛനില്ല, സഹോദരനില്ല, ഹസ്ബൻഡില്ല, മോള് മാത്രം. ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് അടിക്കുന്നത്. ഇത് കുരുത്തക്കേട് കാണിക്കാതിരിക്കുമ്പോഴും ചുമ്മാ അങ്ങ് അടിക്കുവോ? ഇല്ല,
എനിക്ക് എന്തൊരു സ്വഭാവമുണ്ട്, ഞാൻ ഈ സത്യം പറയുന്നൊരു വ്യക്തിയാണ്. മീൻസ് അങ്ങനെയല്ല, എനിക്ക് തെറ്റ് കണ്ട അപ്പം തന്നെ പറയണം. അത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും സ്വന്തം കൊച്ചാണെങ്കിലും ഞാൻ അങ്ങ് ഡയറക്റ്റ് പറയും. ആ ഒരു സ്വഭാവമാണ്. പല പ്രാവശ്യം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പറയും, നീ ഇത്ര ജാസിർ റാണി ആവല്ലേ, കാരണം ഈ ലോകം അങ്ങനെ തന്നെയാണ്, ഇട്ട് ചാമു നിന്നെ എന്ന് എപ്പോഴും പറയും. അപ്പം വീട്ടിൽ നിന്നാണ് അങ്ങനെ തന്നെയാണ്. ആങ്ങളുടെ തെറ്റുകൾ വീട്ടിൽ പറയും, അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ അടി കൊണ്ട് പിന്നെ കെട്ടിയൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ കിട്ടി. ചിലപ്പോൾ ചില സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സോടൊക്കെ ഞാൻ പറയാറുള്ള സമയത്ത് എന്നോട് പറയും, നിൻ്റെ കയ്യിരിപ്പ് കാരണം നിനക്ക് അടി കിട്ടി. പക്ഷെ ഞാൻ ഇന്നും ആ ഒരു കാര്യം ചിന്തിക്കാറുണ്ട്, എൻ്റെ കയ്യിരിപ്പ് പറഞ്ഞ് തെറ്റുകൾ കണ്ടുകൊണ്ടിരിക്കണോ, അതോ സഹിച്ചോ ഇരിക്കണോ? ഒരു അടി കിട്ടുന്ന സമയത്ത് എനിക്ക് ആ സമയത്ത് ആരെങ്കിലും ഒരാൾ വന്ന് ഇനി അവളെ അടിക്കലെന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ദൈവം വന്നാണെങ്കിലും ഇങ്ങനെ ചോദിക്കാൻ അങ്ങനെ പോലും ഒരാള് ലൈഫിൽ ഇല്ലായിരുന്നു. ഇന്ന് ഈ കണ്ണീര് വരുമ്പോളേ കാണുന്ന പ്രേക്ഷകർക്ക് ഞങ്ങൾക്ക് ഒരുപോലെ അറിയാം അത്രമേൽ സഹിച്ചിട്ടുണ്ടെന്ന്. ഇന്ന് ജീവിതത്തിൻ്റെ പുറകോട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന വേദനകൾ എന്തൊക്കെയായിരിക്കും വാക്കുകളിൽ പറയാൻ പറ്റിയാൽ? വിശേഷിച്ച് ആൾക്കാരിൽ നിന്ന് നല്ല 8 പണി കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് എടുത്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ ചോറ് കഴിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ചോറ് ചോദിച്ചാണെങ്കിൽ ഞാൻ പട്ടിണി ഇരിക്കും, ഞാൻ ആൾക്ക് കൊടുക്കും ചോറ്. അങ്ങനെയാണ് ഞാൻ പഠിച്ച്. അപ്പം അവിടെ നിന്നാണ് ഓരോരാൾക്ക് ചെയ്ത് കൊടുത്തിട്ട് ജീവിതം മൊത്തം വെള്ളത്തിയായി. അവസാനം പൈസ കൊണ്ട് സഹായിക്കുമായിരുന്നോ? പൈസ നിന്ന് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ഒരാൾ 50 രൂപ ചോദിച്ചെങ്കിൽ ഞാൻ അങ്ങ് എടുത്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഒരാൾ വന്ന് ചോദിച്ചാൽ എൻ്റെ ചെരുപ്പ് ഒന്ന് എടുത്ത് തരുമോ, അല്ലെങ്കിൽ എനിക്കൊരു ചെരുപ്പ് മേടിച്ച് തരുമോ എന്ന് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന പിള്ളേർ, കൂട്ടുകാരി, ഫ്രണ്ട്സുകൾ എല്ലാവരും ചോദിച്ചാൽ എടി ഇത്ര ഒരു 1000 രൂപ ഇട്ട് തരുമോ എന്ന് പറയുന്നൊരു അതാണെങ്കിൽ എൻ്റെ കൈ ഒരു 1500 ഉണ്ടെങ്കിൽ ഞാൻ 1000 ഇട്ട് കൊടുക്കും. ഞാൻ നോക്കത്തില്ല. ഇതെല്ലാം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ചോദിക്കുന്നത് ഞാൻ ചീത്തയാവും. അപ്പം ഇവരെ വിളിക്കുന്ന സമയത്തെ ഇപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും വേദനകൾ അനുഭവിച്ച, ഇത്രയും സ്ട്രഗിൾ അനുഭവിച്ചൊരു വ്യക്തി ഒരാളേലും കോൾ ചെയ്ത് കാണത്തില്ല ജീവിതത്തിൽ, കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞ്. ആ കോളും റിജക്ഷൻ സംഭവിക്കുമ്പം എന്ത് ഫീലായി? അത് എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു ചങ്ക. അത് അവളോട് ഞാൻ അത്രമാത്രം എൻ്റെ കാര്യം തുറന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ആൾക്കുടെ ലൈഫിൽ ഞാൻ ഇത്ര ബെസ്റ്റിയാണോ എനിക്കറിയത്തില്ലായിരുന്നു. അവളെ പെട്ടെന്ന് അങ്ങ് വിളിക്കും, എടി എനിക്കിങ്ങനെ ഒരു പ്രശ്നമാണെന്ന്, നീ ഒന്ന് 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുക, അല്ലെങ്കിൽ ഫ്രീ ആണ്. അപ്പോൾ പറയും, എടി ഞാനിപ്പോൾ വർക്കിലാണ്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ വെക്കും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അവളുടെ ഒരു മെസ്സേജും ഇല്ല, ഒന്നും കാണത്തില്ല. അവിടെ ഞാൻ നല്ലോണം തളർന്നു പോയി ആയിരുന്നു ആ സമയം. ഇപ്പോഴും പഠിച്ചു പറഞ്ഞൊരു കാര്യമാണ്, ആരെയും നമ്പല്ലേ. അങ്ങനെ സ്ട്രഗിളിൽ നിന്നെല്ലാം കരകയറി വന്നിട്ട് പിന്നിന്ന് മലയാളികൾ സ്നേഹിക്കുന്ന ഒരുപാട്, ഇപ്പം വിജയെപ്പോലെ ഒറ്റപ്പെട്ട് 4 ചുവരിൻ്റെ അകത്തിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടായിരിക്കും അല്ലേ? ഉണ്ട്, ഒരുപാട് പേര് ഇപ്പോഴും. അപ്പം എൻ്റെ ഒരു ഡൗട്ടാണ്, വിജയയുടെ വോയിസിലൂടെ, വിജയയുടെ ജീവിത അനുഭവങ്ങളിലൂടെ വീഡിയോ ഇടുന്ന സമയത്ത് എപ്പോഴെങ്കിലും ചേച്ചി ഞാനും ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എന്ന് മെസ്സേജുകൾ വരാറുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാക്സിമം എനിക്ക് DM വരുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജ് നമ്മുടെ സുന്ദരിക്കുട്ടി പെണ്ണുങ്ങളുടെ ആയിരുന്നു, പിള്ളേരുടെ. അപ്പം എന്നോട് എപ്പോഴും ഒരു കൗൺസിലിങ് അല്ലെങ്കിൽ എനിക്കൊരു മോട്ടിവേഷൻ തരണം ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ DM കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം ആ ഒരു പിള്ളേരുടെ സ്റ്റോറിയൊക്കെ കേട്ട് കഴിഞ്ഞ് അതൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ ഒരു സമയം അതൊക്കെ ഒരു വാല്യൂ ഞാൻ കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. കാരണം അവിടെ എനിക്കൊരു പെണ്ണും ആണും അല്ല. കാരണം എനിക്ക് രണ്ടും ഈക്വൽ ആണ്. ഇപ്പം പെണ്ണിൻ്റെ അടുത്ത് എല്ലാ പെണ്ണുങ്ങൾക്ക് എനിക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ആണുങ്ങളുടെ അടുത്തും എനിക്ക് എല്ലാ ആണുങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. സോ എനിക്ക് തോന്നും
ഈ പെണ്ണ് റിയാലിറ്റിയാണ്, അല്ലെങ്കിൽ ഈ ചെക്കൻ കൊച്ച് റിയാലിറ്റിയാണ്, എനിക്ക് അത് സംസാരിക്കാൻ വിജയ്ക്ക് തോന്നിയില്ല, വേറെ ആർക്ക് തോന്നാനാ? ഇത്രയും ജീവിത സമ്പത്തുള്ള വിജയ്ക്ക് തോന്നിയില്ല, പിന്നെ ഇത് ആർക്ക് തോന്നാനാ അല്ലേ? അതെ. അപ്പോൾ പിള്ളേരിങ്ങനെ ഈ ചോദിക്കും, പിള്ളേർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാ? ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പറഞ്ഞ പെൺമക്കളുടെ ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. ലൈക്ക് ആഫ്റ്റർ മാരീഡ്, ലൈക്ക് ഹസ്ബൻഡ് ഒരു പെണ്ണ് സ്നേഹിക്കുക, ഒരു മാരീഡ് ഒരു ആണായിട്ട് സ്നേഹിക്കുക. അപ്പോൾ സോ അങ്ങനെ കുറേ ഒരു കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എനിക്ക് പെട്ടെന്നൊരു മോട്ടിവേഷൻ തരാൻ എനിക്ക് ആരുമില്ല, കേൾക്കാനാവില്ല. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ചേച്ചി ഞാനൊരു കല്യാണം കഴിച്ച ഒരു ആനയെ സ്നേഹിച്ച, ഇപ്പോൾ അയാൾക്ക് എനിക്ക് എന്നെ വേണ്ട, എനിക്ക് ടൈം തരുന്നില്ല, അങ്ങനെയൊക്കെ ഒരു മെസ്സേജുകളായിരുന്നു എനിക്ക് DM വരുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വന്തം ഹസ്ബൻഡിനെ ചതിച്ചൊരു വ്യക്തി ഇനി വേറൊരു പെണ്ണൊരു ചതിക്കുകയാണോ എന്ന് എനിക്ക് പെട്ടെന്നൊരു ഫീലായി. സോ ഞാൻ ആ പിള്ളേരോട് എപ്പോഴും പറയും, നിർത്തിക്കോ. കാരണം കല്യാണം കഴിച്ച ഒരു ആനയെ സ്നേഹിക്കുന്നു പറഞ്ഞ് മണ്ടത്ര. കാരണം അതൊരിക്കലും നിൻ്റെ ആവില്ല, സ്വന്തം ഭാര്യയാവത്തില്ല. വിജയ, നമ്മുടെയൊക്കെ ലൈഫിലെ നമ്മളെ ചതിച്ച് പോന്നവരെ അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ചെയ്യണോ? സെക്കൻഡ് ചാൻസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊടുക്കാനേ പാടില്ല. എന്തിനാ ഒരു ചാൻസിൽ അത്രമാത്രം വിശ്വാസത്തിൽ ഇത്രമാത്രം പെട്ടെന്നൊരു ചതി കിട്ടുമെന്ന് പറഞ്ഞ് എന്നാ ഉറപ്പാ ഇപ്പോഴത്തെ ഒരു സമയത്ത്? വിജയുടെ ലൈഫിലെ സ്വന്തം ഹസ്ബൻഡ് ഇങ്ങനെ കാണിക്കുമെന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നോ? അതോ എൻ്റെ ദൈവമായിരുന്നു ഹസ്ബൻഡ്? എൻ്റെ എല്ലാമായിരുന്നു അയാൾ. എൻ്റെ എല്ലാമായിരുന്നു അയാൾ. ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്കിങ്ങനെ ജീവിതത്തിൽ വരുമെന്ന്. കാരണം പ്രണയിക്കാൻ നേരത്തെ എന്തൊക്കെയായിരുന്നു പറയുന്നത്? എൻ്റെ അപ്പൻ തരാത്ത, അമ്മ തരാത്ത, സഹോദരങ്ങൾ തരാത്ത സ്നേഹം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തരുമായിരുന്നു. പിന്നീട് കാലക്രമേണ ഞാൻ കണ്ടത് അങ്ങനെ അല്ല. റിയാലിറ്റി ലൈഫ് ജീവിക്കാൻ തുടങ്ങി ഇപ്പം എല്ലാം അങ്ങ് പച്ച മാറി. അപ്പൊ പ്രണയ ജീവിതമല്ല വിവാഹ ജീവിതം. ഒരിക്കലും ഒരു പ്രണയം പറഞ്ഞ് അവിടെ എല്ലാം പ്ലസ് പോയിന്റാണ്. ഇപ്പോൾ ഒരു ആണ് പെണ്ണ്, നമ്മൾ രണ്ടുപേരും ഇങ്ങോട്ട് ഈക്വൽ സ്നേഹിച്ച സമയത്ത് ഒരിക്കലും ആൺ മൈനസ് പോയിന്റ് പെട്ടെന്ന് കാണിക്കത്തില്ല. ഒരു പെണ്ണും അതുപോലെയാണ്, മൈനസ് പോയിന്റ് കാണിക്കത്തില്ല. ഇട്ടിട്ട് പോയാലോ പ്ലസ്സാ. ഇപ്പം പിള്ളേരെ ബേബി ഡാർലിംഗ് സ്വീറ്റ് ഹാർട്ട് ലവ് യു എന്ന് പറയുന്ന ടൈമാണ്. ആ സമയത്ത് ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നൊരു വാക്ക് ആയിരുന്നു എൻ്റെ ലൈഫിലെ പ്രണയം. എനിക്ക് ആ ഒരു വാക്ക് ഇപ്പോഴും ഞാനിങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് ദേഷ്യമല്ല, എനിക്ക് വീണ്ടും കോൺഫിഡൻസാണ് വരിക. കാരണം ഞാൻ ആ ഒരു ചതിയിൽ വീണിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ എത്തത്തില്ലായിരുന്നു. അത് ഒരു കൈ തരണം കേട്ടോ. ശരിക്കും അങ്ങനെ ഒരു ജീവിതപാഠം ഇല്ലാതെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്നൊരു ഹസ്ബൻഡ് വൈഫായിട്ട് മുന്നോട്ട് ജീവിച്ചേനെ. പക്ഷെ ഇന്ന് ലോകം അറിയുന്ന ഈ ഒരു ചാനലിൻ്റെ മുന്നിൽ വിജയ വന്നിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ വിജയ പൊരുതിയത് മാത്രം കേട്ടോ. വേറൊരു സംസാരം അതിൻ്റെ അകത്തില്ല. ഇനിയിപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്, അങ്ങനെ ബാംഗ്ലൂർ പോകുന്നു, ബാംഗ്ലൂർ പോയിട്ട് പിന്നെ വീട്ടിൽ വരുന്നു, വീട്ടിൽ നിന്ന് തള്ളിക്കളയുന്നു, പോളണ്ടിലെത്തിയിട്ട് പോളണ്ട് മല്ലു ആയതെങ്ങനെയാണ്?